ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. പോയിന്റ് എന്ന് പറയുന്നത് RC ബുക്ക് നമ്മൾ ചെക്ക് ചെയ്യുക. RC ബുക്കിലെ ചേസിസ് നമ്പർ അതുപോലെ എഞ്ചിൻ നമ്പറും നമ്മുടെ ഈ ഒരു വാഹനത്തിന്റെ എഞ്ചിൻ നമ്പറും ചേസിസ് നമ്പറും ഈക്വൽ അല്ലേ, അതായത് ഒരേപോലെ തന്നെയല്ലേ, ഒരേ നമ്പർ തന്നെയല്ലേ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യാം. പിന്നെ അതിൽ ഓണറിന്റെ നെയിമും കൂടി ഒന്ന് നോക്കുന്നത് നല്ലതാണ്. ബൈക്കിന്റെ ഒക്കെയും എവിടെയാണ് എഞ്ചിൻ നമ്പർ അതുപോലെ ചേസിസ് നമ്പർ വരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഞ്ചിൻ നമ്പർ വരുന്നത് ഏകദേശം ഈ ഒരു അടിഭാഗത്തൊക്കെ ആയിട്ട് എഞ്ചിൻ നമ്പർ നമുക്ക് കാണാൻ സാധിക്കും. ഇതിന്റെ അടിയിലുണ്ട്. ഇപ്പൊ അവിടെ മൊത്തം ലീക്കൊക്കെ വന്നേക്കാണ്, അതുകൊണ്ടാണ് അത് കാണാൻ പറ്റാത്തത്. പിന്നെ ചേസിസ് നമ്പർ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഹാൻഡിൽ ബാറിന്റെ ചില വാഹനങ്ങളുടെ നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണാൻ സാധിക്കും, ചില വാഹനങ്ങളുടെ നമുക്ക് റൈറ്റ് സൈഡിലാണ് കാണാൻ സാധിക്കും, ഈ ഒരു സൈഡിലാണ് കാണാൻ സാധിക്കും. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് എത്രാമത്തെ ഓണർ ആണെന്നാണ്. അതായത് ഈ ഒരു വാഹനത്തിന്റെ ഓണർ സിംഗിൾ ഓണർ ആണോ അതോ രണ്ടാമത്തെ ആണോ അതോ മൂന്നാമത്തെ ആണോ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കും. രണ്ടാമത്തെ പോയിന്റ് ആണ് നമ്മുടെ ഈ വണ്ടിയുടെ ഓവർലുക്ക്. അപ്പോൾ ഇതിന്റെ ബോഡി പാർട്സിനൊന്നും വലിയ കുഴപ്പമില്ല, ആൾ നല്ല രീതിയിൽ കൊണ്ടു നടക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ എഞ്ചിന്റെ വഴിക്ക് അങ്ങോട്ട് വരാണെങ്കിൽ ഇപ്പോൾ എഞ്ചിന്റെ ഗ്യാസ്കറ്റൊക്കെ പൊട്ടി കഴിഞ്ഞിട്ട് ഇവിടെ നിറച്ച് ഓയിലേക്കും കാര്യങ്ങളുണ്ട്. പിന്നെ ഞങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ചെയിൻ അടിക്കുന്നുണ്ട്, അപ്പോൾ ഒച്ച മേളം, പിന്നെ ഇവിടെയൊക്കെ വെൽഡ് ചെയ്തൊക്കെ ആയിട്ട് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. നാലാമത്തെ കാര്യത്തിൽ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിന്റെ ഉള്ളിലത്തെ എല്ലാ ഈ സ്പീഡോമീറ്ററുകളും അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂവൽ ഗേജ്, ഇതിന്റെ ഉള്ളിലുള്ള ബൾബുകൾ, ഇൻഡിക്കേഷൻ ലാമ്പുകൾ, ഇതൊക്കെ വർക്കിംഗ് അല്ലേ നോക്കാം. അതുപോലെ ഇവിടെ കണ്ട നമ്മുടെ കീ സോക്കറ്റിന്റെ ഈ ഒരു ഏരിയയിലൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുക, ഇതൊക്കെ വർക്കിംഗ് അല്ലേ. ഇപ്പോൾ നമ്മുടെ ഇൻഡിക്കേറ്ററിന്റെ അതൊക്കെ ഒന്ന് വർക്ക് ചെയ്യണമെന്ന് നോക്കാം. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇത് എത്ര കിലോമീറ്റർ ആയിരുന്നു. ഇപ്പോൾ ഏകദേശം 15,986.5 കിലോമീറ്റർ ആയിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ലുക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു വാഹനം ഇതിനും കൂടുതൽ ഓടിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആറാമത്തെ എന്ന് പറയുന്നത് നമ്മൾ ഇതിന്റെ സ്വിച്ചസുകൾ, അതായത് സ്വിച്ചസ് കൺട്രോളുകളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുക. അതായത് ഇപ്പോൾ ഇവിടുത്തെ ഇത് പഴയ വണ്ടിയാണ്, അപ്പോൾ ഇതിന്റെ ഇൻഡിക്കേറ്ററൊക്കെ ഭയങ്കര ഭാരമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ഏതെങ്കിലും ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മൊത്തം ഈ സെറ്റ് മാറ്റുന്നതായിട്ടുണ്ട്. ഏഴാമത്തെ കാര്യമാണ് ബൾബുകൾ. അതായത് ഇപ്പോൾ ഈ ബൾബ് മാത്രമല്ല, നമ്മുടെ ഹെഡ് ലൈറ്റ് അതുപോലെ തന്നെ ടൈൽ ലൈറ്റ്, പിന്നെ നമ്മുടെ ഇൻഡിക്കേറ്റർ ലാമ്പിലെ ആ ലൈറ്റുകൾ, ഇതൊക്കെ വർക്കിംഗ് അല്ലേ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കേബിളുകളാണ്. ഇനി എട്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ബ്രേക്ക് കേബിളൊക്കെ ഒന്ന് പിടിച്ചു നോക്കാം. എൻ്റെ പണി ഇതൊക്കെ നല്ല ടൈറ്റ് ആയിട്ടാണ്, കാരണം ഇത് അവിടെയും ഫുൾ ടൈറ്റ്. പുതിയ ബ്രേക്ക് പാഡ് വാങ്ങിയിട്ട് അവിടെ അങ്ങനെ തന്നെ വെച്ചേക്കാം, ഭയങ്കര അമരാണ് അത്. പിന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ ക്ലച്ച് കേബിൾ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്, അത് ഭയങ്കര സ്മൂത്ത് ആട്ടോ. പിന്നെ നമ്മുടെ ത്രോട്ടിലേക്ക് വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലച്ച് കേബിൾ അതുപോലെ കേബിൾ വൈസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം, നല്ല പ്രോപ്പറായിട്ട് വർക്കിംഗ് അല്ലേ എന്ന് നോക്കാം. ഇനി ഒമ്പതാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, ഹാൻഡിൽ ബാറാണ് നമ്മൾ ഇതിന് ചെക്ക് ചെയ്യാൻ പോണേ. അപ്പോൾ ഇപ്പോൾ ഞാൻ വണ്ടിയിൽ കയറിയിരിക്കേണ്ടത് നല്ല രീതിയിൽ നമ്മളിങ്ങനെ സെൻറ്റർ സ്റ്റാൻഡിൽ കയറിയിട്ടിട്ട് ഇത് മൂവ് ചെയ്യുന്ന സമയത്ത് ഇത് വീണിട്ടൊന്നുമില്ല കേട്ടോ, ഈ ഒരു വണ്ടി വീണിട്ടൊന്നുമില്ല. നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ ഹാൻഡിൽ ബാർ രണ്ട് സൈഡിക്കും, ലെഫ്റ്റിക്ക് ആയിക്കോട്ടെ റൈറ്റിക്ക് ആയിക്കോട്ടെ, നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഇത്രയും പഴയ വണ്ടിയാണ്, എന്നിട്ട് അതിൻ്റെ ആ ഒരു നമ്മുടെ കോൺസെപ്റ്റിൻ്റെ അവിടെ നിന്നൊന്നും ഒരു സൗണ്ടും ഇല്ല. അതായത് നല്ല വർക്കിംഗ് കണ്ടീഷനിൽ തന്നെ ഉള്ള ഒരു ഹാൻഡിൽ ബാറാണ്, വീണിട്ടില്ല. അതുപോലെ ഒരു കൊണ്ടടക്കുന്നുണ്ട്, ഇത്രയും കൊല്ലമായി, കുറച്ചധികം കൊല്ലമായിട്ടുള്ള ഒരു വണ്ടിയാണ്. ഇനി 10ാമത്തെ കാര്യമാണ് നമ്മുടെ സസ്പെൻഷൻ. അപ്പം ഫ്രണ്ടിൽ നമുക്ക് ടെലിസ്കോപ്പിക് സസ്പെൻഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ട്യൂബിൻ്റെ ഒരു സൈഡിൽ നിന്നൊക്കെ ലീക്കൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സസ്പെൻഷൻ പോക്കാൻ നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ അതിൻ്റെ ഇതിപ്പോൾ സീലൊക്കെ പൊട്ടിയിട്ടുണ്ട്, അപ്പോൾ നമ്മൾ ഒന്നില്ലെങ്കിൽ ട്യൂബ് മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ തന്നെ മാറ്റേണ്ടി വരും. അപ്പം ഇവിടുത്തെ ഈ ഒരു വണ്ടിയുടെ ഈ ഒരു ഏരിയ എന്നൊന്നും നമുക്ക് ലീക്കും കാര്യങ്ങളൊന്നും ഇല്ല. റിയർ സൈഡിൽ നമുക്ക് നോക്കുന്ന സമയത്ത് റിയർ സൈഡിലും ഇപ്പോൾ വലിയ രീതിയിൽ ഇതിൻ്റെ വെച്ചാൽ കുറച്ച് തുരുമ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നുള്ളൂ, സ്പ്രിങ്ങിൻ്റെ അവിടെ ചെറുതായിട്ടൊരു ഇത്. പക്ഷെ വണ്ടി ഓടിച്ചപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ഫീലൊന്നും ഉണ്ടായിരുന്നില്ല, ഇങ്ങനെ ഇപ്പോൾ ഒരു ഭയങ്കര റിജിഡ് ആയിട്ടിരിക്കുന്ന പോലെയൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല വർക്കിംഗ് തന്നെയാണ്. ഇനി 11ാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ടയർ എന്ന് പറയുന്നത് ഫ്രണ്ടിലെയും അതുപോലെ തന്നെ റിയർ സൈഡിലെയും നമ്മുടെ റോട്ടിൽ നമ്മളെ സൂക്ഷിച്ച് നമ്മളെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന നമ്മുടെ ടയറുകളാണ്. അപ്പം നല്ല ടയർ കഴിഞ്ഞാൽ അത് നമുക്ക് കിടക്കണേ നോക്കുക. അതായത് റീസോൾഡ് ടയർ ആണെങ്കിൽ നിങ്ങൾ അതൊന്ന് മാറ്റേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് ഇതും റിയർ സൈഡിൽ കിടക്കുന്നത് ഒറിജിനൽ ടയറുകൾ തന്നെയാണ് കിടക്കുക. പിന്നെ ഇതിൻ്റെ ഒരു തേമാനൊക്കെയും നല്ല രീതിയിലല്ല, ഒരുപോലെ അല്ലേ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇതിൻ്റെ കുറച്ച് ഈ ഒരു ഭാഗം കുറച്ച് ഇങ്ങനെ തേഞ്ഞ് പോയിട്ട് റൈറ്റ് സൈഡിൽ ഒരു കുറച്ചിട്ടാം. അപ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ ഇവിടുത്തെ വല്ല അലൈൻമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ചെറിയ സസ്പെൻഷൻ എന്തെങ്കിലും ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റിന് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവാം ഇതുപോലെ തേഞ്ഞ് പോകാനായിട്ട്. പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് ഞാൻ എന്തോരം ഓടും, ഏകദേശം എത്ര കിലോമീറ്റർ ഓടുന്നുള്ള ഒരു കണക്കൂട്ടൽ നമുക്ക് ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ 12ാമത്തെ ഒരു പോയിന്റ് കൂടി ഞാൻ പറയുകയാണ്. 12ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ റിംസുകളാണ്. ഫ്രണ്ടിൽ ടീം അതുപോലെ തന്നെ റിയർ സൈഡിൽ റിമ്മുകൾ നോക്കാം. എവിടെയെങ്കിലും ഇപ്പോൾ ഇതുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ തുരുമ്പും കാര്യങ്ങളുള്ളൂ, അല്ലാണ്ട് വേറെ രീതിയിൽ ഇങ്ങനെ വല്ല ഇടിക്കുക അല്ലെങ്കിൽ നമ്മൾ കുഴിയിൽ ചാടുക അങ്ങനത്തെ ഒരു പരിപാടിയൊന്നും ഇവിടെ കാണാനില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ റിമ്മ് ഇങ്ങനെ പൊളച്ച് വരാം, അല്ലെങ്കിൽ ഇങ്ങനെ ഞളക്കുണ്ടാവുക, അല്ലെങ്കിൽ പൊട്ട ഇതൊക്കെ ഉണ്ടാവും. ഈ റിമ്മുമ്പോൾ ഞളക്കം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖസുന്ദരമായിട്ട് നമുക്ക് അടിച്ച് നേരെയാക്കി നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. നമ്മുടെ അലോയ് വീലുമൊക്കെ ആണെങ്കിൽ അലോയ് വീല് നമുക്ക് അത് പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അലോയ് വീല് മാറ്റുന്നതായിരിക്കും നല്ലത്. 13ാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബാറ്ററിയാണ്. നമുക്ക് ഈ ഒരു വാഹനത്തിൽ ബാറ്ററി വർക്കിംഗ് അല്ല, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നെ ബാറ്ററിയുടെ ലൈഫ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സെൽഫ് അടിച്ച് നോക്കാം. സെൽഫ് അടിക്കുന്ന സമയത്ത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ വർക്ക് ചെയ്യണമെങ്കിൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടെന്ന് വെച്ചാൽ ബാറ്ററി ആണെങ്കിൽ കുറച്ച് നേരത്തേക്ക് നല്ല ബൂസ്റ്റിംഗ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോണൊക്കെ ഒന്ന് കുറച്ച് നേരം ഒന്ന് അടിച്ച് നോക്കാം, 2, 3, 4, 5 തവണ കൂടുതൽ അടിക്കുക. അടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇൻഡിക്കേറ്ററൊക്കെ അങ്ങോട്ട് നിന്ന് ഇട്ട് നോക്കാം. പിന്നെ 2 മിനിറ്റ് ഒക്കെ ഇൻഡിക്കേറ്റർ ഇട്ട് വെച്ചതിന് ശേഷം നമ്മൾ ഹോണൊക്കെ അടിക്കുന്ന സമയത്ത് ഹോണിന് എന്തെങ്കിലും സൗണ്ട് വ്യത്യാസമോ അല്ലെങ്കിൽ ഇൻഡിക്കേറ്ററിന് വല്ല സൗണ്ട് വ്യത്യാസമോ അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഈ
ഈ പറയുന്ന പോലെ നമ്മൾ സെൽഫ് അടിച്ച് കഴിയുമ്പോൾ എടുക്കാണ്ടിരിക്കുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ബാറ്ററി ലൈഫ് കുറവാണ്. ഇനി 14ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ സീറ്റ് തന്നെയാണ്. നമ്മൾ ഇരുന്ന് പോണ ഒരു സ്ഥലമല്ലേ, അപ്പോൾ ആ സീറ്റ് ഇത് പഴയ വണ്ടിയുടെ ഒരു ഇതാണല്ലോ. പക്ഷെ അന്നത്തെ ആ ഒരു രീതിയിലുള്ള ക്വാളിറ്റി പഴയ വാഹനങ്ങൾക്കൊക്കെ എപ്പോഴും നല്ലൊരു ക്വാളിറ്റി ഉണ്ടാവും. ആ സീറ്റ് ഇതേ അവർ ഇത്രയും കാലമായിട്ട് മാറ്റിയിട്ടില്ല എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇവിടേക്ക് എന്താ ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു ഇത് ഉണ്ടായിട്ടുണ്ട്, ചെറിയൊരു കീറിലേക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് മഴയുടെ ഇപ്പോൾ വെള്ളത്തുള്ളി കീഴിലേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മൂടൊക്കെ നനയാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ സീറ്റിൻ്റെ കവർ ഒന്ന് മാറ്റിയിടാനായിട്ട് ശ്രദ്ധിക്കുക. 15ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ എഞ്ചിന്റെ ഭാഗങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യുക. ഇതിപ്പോൾ എഞ്ചിന്റെ സിലിണ്ടർ ഹെഡ് ആണ്, ഇവിടെ നിന്ന് വല്ല ലീക്കോ കാര്യങ്ങളോ ഉണ്ടോ നോക്കുക. ഇതിന്റെ മിഡിൽ പോർഷൻ്റെ ഇവിടെ നിന്ന് ലീക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ എഞ്ചിൻ ഈ ബൈക്കിൻ്റെ ഒക്കെ നമുക്ക് സുഖമായിട്ട് കാണാൻ പറ്റും. ഇതിപ്പോൾ കണ്ട അവിടെ എഞ്ചിന്റെ അടിയിലൊക്കെ നിറച്ച് ലീക്ക് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ വാഹനങ്ങൾ എടുക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ചിലപ്പോൾ എടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ല, അങ്ങനെ നമുക്ക് വണ്ടി ഇഷ്ടപ്പെടുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കണോണ്ട് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഇവിടേക്ക് ഇങ്ങനെ പണിയേണ്ടതായിട്ട് വരും. ചിലപ്പോൾ ഗ്യാസ്കറ്റ് മാറേണ്ടി വരും, ചിലപ്പോൾ വേറെ ഗ്യാസ്കറ്റ് മാറിയിട്ടും ചിലപ്പോൾ ശരിയായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ വണ്ടികൾ എടുക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. 16ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ എഞ്ചിന്റെ വർക്കിംഗ്. അതായത് നമുക്ക് എഞ്ചിൻ എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്, ആ എഞ്ചിൻ വർക്ക് ചെയ്യുന്ന സമയത്ത് വല്ല ശബ്ദങ്ങളോ വേറെ അപശബ്ദങ്ങളൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. എനിക്ക് ഈ പഴയ വണ്ടികൾ എടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. കാരണം വേറെ നല്ല നിങ്ങൾ കിക്കറൊക്കെ അടിച്ചു കഴിഞ്ഞാലും ഒക്കെ ഒറ്റയ്ക്ക് സിംഗിൾ കിക്കിൽ വർക്കാവും. നമ്മുടെ ഹീറോ സ്പ്ലെൻഡറാണ്, എന്താ രസം എന്നല്ലേ, ആൾ ഒറ്റ കിക്കിൽ തന്നെ സ്റ്റാർട്ടായി. അപ്പോൾ ഇത് വർക്കിംഗ് ആണ്, വേറെ കുഴപ്പമൊന്നുമില്ല, വേറെ ശബ്ദങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ എഞ്ചിൻ ലീക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി 17ാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സൈലൻസർ ഒന്ന് നമ്മൾ നല്ല രീതിയിൽ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ നമുക്ക് സുഖസുന്ദരമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ ടിപ്പ് തുടങ്ങി നമുക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യാം. നമ്മുടെ ഈ വാഹനത്തിൻ്റെക്ക് ഇവിടെ ചെറുതായിട്ട് തുരുമ്പ് മാത്രമേ ഉള്ളൂ, എവിടെ മോട്ടകളും കാര്യങ്ങളൊന്നും കാണാനൊന്നുമില്ല. സൈലൻസറിൻ്റെ ഭാഗം തന്നെ ചെക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വണ്ടി സ്റ്റാർട്ട് ആക്കിയിട്ട് നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ ബാക്ക് സൈഡിൽ നമ്മുടെ കൈ കൊണ്ട് ഏകദേശം ഇങ്ങനെ വണ്ടി സ്റ്റാർട്ടാക്കാൻ നല്ല റേസ് ചെയ്യാൻ എന്നിട്ട് നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കാം. പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് വരുന്ന പുക അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പോകുന്ന പുകയുടെ ആ ഒരു കളർ നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് എഞ്ചിൻ പണി ആയോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പാർട്സ് മാറ്റേണ്ടതായിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും. വെള്ളപ്പുക നമ്മളിപ്പോൾ ചില വാഹനങ്ങളിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ ഭയങ്കര നല്ല രീതിയിൽ നല്ല വെള്ളപ്പുക പോകണം കാണാം. അപ്പോൾ അതും നമുക്ക് മനസ്സിലാക്കാം എഞ്ചിൻ പണിയായിട്ടുണ്ടെന്ന്. 2ാമത്തെ കാര്യം എന്ന് പറയുന്നത് നല്ല കറുത്ത കളറിലുള്ള പുകയാണ് പോകണത്, അല്ലെങ്കിൽ കറുത്തിട്ടാണ് നമ്മളത് പോകണമെന്നുണ്ടെങ്കിൽ ചില ലോറിക്ക് പോണ സമയത്ത് നല്ല കട്ടക്കറുപ്പിൽ നമ്മൾ പുകയ്ക്ക് പോണ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഒന്ന് മാറാറായിട്ടുണ്ടെന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഞാനിപ്പോൾ വണ്ടി എടുക്കണു, ഒന്ന് സ്റ്റാർട്ട് ചെയ്യണു, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ത്രോട്ടിലൊന്ന് കൊടുക്കുക. ഞാനിവിടെ കയ്യൊന്നും അമർത്തി പിടിക്കണ്ടേ. ചേട്ടാ ഞാൻ വേറെ ഒന്നും ചെയ്തല്ല, ഇതിൻ്റെ എഞ്ചിൻ്റെ ഉള്ളിൽ നിന്നൊന്നും വേറെ കളറുകളോ കാര്യങ്ങളൊന്നും വന്നല്ല, ഒരു കറുപ്പ ഒരു ഇത് പോലും വന്നിട്ടില്ല. ചിലപ്പോൾ ഈ ഒരു പോർഷൻ നോക്കി നമുക്ക് ഇങ്ങനെ ഇപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കറുത്ത കരിക്കണം. നോർമലാണ്, കട്ട കുത്തിയിട്ടൊന്നുമല്ല, നോർമലായിട്ട് നമ്മൾ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് പോകുമ്പോഴുള്ള ആ ഒരു ഇത് മാത്രമേ ഇതിലുണ്ടുള്ളൂ. അല്ലാണ്ട് വലിയ രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് എയർ പോണ സമയത്ത് പുക പോണ സമയത്ത് ഉണ്ടായിട്ടില്ല, വെള്ളപ്പുക ഉണ്ടായിട്ടില്ല. അപ്പം എഞ്ചിൻ്റെ അവിടെ നിന്ന് ലീക്ക് ഉണ്ട്, അല്ലാണ്ട് വേറെ എഞ്ചിന് വേറെ കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല. ഇനി 18ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഏതൊരു വാഹനത്തിൻ്റെയും ഇപ്പോൾ ബൈക്കിൻ്റെ ആയാലും സ്കൂട്ടറിൻ്റെ ആയാലും നമ്മൾ ചെയ്യേണ്ട കാര്യം ഓണറിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കുക. എയർ ഫിൽറ്റർ, ഓയിൽ ഫിൽറ്റർ, അതുപോലെ തന്നെ എഞ്ചിൻ ഓയിൽ, ഗിയർ ഓയിൽ ഇതൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാം. ഇപ്പോൾ ചേഞ്ച് ചെയ്തിട്ട് ഒരു 3 മാസത്തിന് മേലെ അല്ലെങ്കിൽ ഒരു 4-5 മാസമൊക്കെ ആയിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും അതിൻ്റെ ഡിപ്സ്റ്റിക്ക് ഊരിയെടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ കളർ ഒന്ന് ചെക്ക് ചെയ്യുക. കളർ ചെക്ക് ചെയ്തതിന് ശേഷം അതിലിപ്പം കറുത്ത കളറാണെങ്കിൽ എന്തായാലും നിങ്ങൾ എഞ്ചിൻ ഓയിൽ മാറ്റാൻ ശ്രദ്ധിക്കുക. അല്ല ഇപ്പോൾ മാറ്റിയിട്ട് 2-3 മാസമൊക്കെ ആയിട്ടുള്ളൂ, അതിൽ വല്ല തരികളുടെ അംശം, അതായത് നമ്മുടെ ഈ മെറ്റൽ പാർട്ടിക്കിൾസ് ഇങ്ങനെ ഉരഞ്ഞ് കഴിഞ്ഞിട്ട് വല്ല തരികളുടെ അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾ എഞ്ചിൻ ഓയിൽ ചേഞ്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. 19ാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പെട്രോൾ ടാങ്ക് നോക്കുക. പെട്രോൾ ടാങ്ക് എവിടെയെങ്കിലും വീണിട്ടുണ്ടോ ഞളങ്ങിയിട്ടുണ്ടോ എന്നൊക്കെ ജസ്റ്റ് നോക്കുക. അതുകൂടാതെ നമ്മുടെ പെട്രോൾ ടാങ്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇത് തുറക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്, ചിലപ്പോൾ കാണാനും ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതിനുള്ളിൽ വല്ല തുരുമ്പുണ്ടോ എന്ന് നമ്മൾ നോക്കുക. അതായത് ഇങ്ങനെ ഹോളൊക്കെ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ തുരുമ്പിൻ്റെ അംശം ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ തുരുമ്പൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ വണ്ടികൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കുഴപ്പമില്ല, അത് നിങ്ങൾ അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്രോളൊക്കെ ഇപ്പോൾ ഈ ഒരു ഫ്യൂൽ ഇഞ്ചക്ടറിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുക അല്ലെങ്കിൽ നമ്മുടെ ഈ കാർബറേറ്ററിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് അതിൽ പൊല്യൂട്ടൻസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ഫ്യൂൽ ഇഞ്ചക്ടറിനും അതുപോലെ കാർബറേറ്ററും കംപ്ലൈൻറ്റ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇനി 20ാമത്തെ കാര്യമാണ് നമ്മുടെ സ്കൂട്ടേഴ്സിൽ അധികം കാണാനായിട്ട് പറ്റില്ല, നമുക്ക് ബൈക്കിലാണ് കാണാൻ സാധിക്കുക. അതായത്
അതായത് സ്കൂട്ടേഴ്സിൽ ഫുള്ള് നമുക്ക് കവറിങ് അല്ല, ബോഡി കവേഴ്സ് വരുന്നതാണ്. പക്ഷെ നമുക്ക് ബൈക്കിൽ സുഖമായിട്ട് കാണാവുന്ന കാര്യമാണ് നമ്മുടെ ഫ്രെയിം എന്ന് പറയുന്നത്. ഈ ഫ്രെയിം ഇപ്പോൾ എവിടെയെങ്കിലും വണ്ടി ഇടിക്കുക അല്ലെങ്കിൽ തട്ടുമുട്ട എന്തെങ്കിലും ഉണ്ട്, നല്ല വീഴ്ച വീണിട്ടുണ്ടെങ്കിൽ കുഴിയിൽ ചാടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖസുന്ദരമായിട്ട് ഈ ഫ്രെയിമുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇത് എവിടെയും കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എവിടെയും കൊണ്ട് തട്ടിട്ട് മുട്ടിട്ടൊന്നുമില്ല. നമുക്ക് ആ ഒരു ഫ്രെയിമിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു എക്സ്ട്രാ വെൽഡിങ്, നമ്മുടെ കമ്പനിയുടെ വെൽഡിങ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും വന്നാൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇനി 21ാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ചെയിനും സ്പ്രോക്കറ്റിനെ കുറിച്ചാണ്. അപ്പം നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ ചെയിനും സ്പ്രോക്കറ്റ് എങ്ങനെയാണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. വാവ്, നല്ല രീതിയിൽ ഉറച്ചിലും ഇതൊക്കെ ഉണ്ട്. അതായത് നല്ല രീതിയിൽ ഈ ഒരു ചെയിൻ നമുക്ക് സ്ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ലാണ്ട് അവരുടെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത് എത്ര നാളായി വണ്ടി ഓടിച്ചിട്ട്. ഏകദേശം ഒരു വർഷത്തിന് മേലേക്ക് ഈ സാധനം അങ്ങനെ ഇരിക്കുന്നത്. വർക്കിംഗ് ആണ്, ജസ്റ്റ് ഒന്ന് വണ്ടി സ്റ്റാർട്ട് ആക്കുമെന്ന് മാത്രമേ ഉള്ളൂ, വണ്ടി ഓടിച്ച് പോവുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇതിൻ്റെ ചെയിനും സ്പ്രോക്കറ്റും ശരിക്കും നമുക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് ദൂരേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ ആരും ഈ സ്പാനറും കാര്യങ്ങളൊന്നും കൊണ്ടുപോകല്ലോ. അപ്പോൾ നമ്മുടെ പുതിയ വണ്ടികളുടെ സെമി കവറായിട്ടുള്ള ചെയിൻ കവറായിരിക്കും വരാനുണ്ടാവും. അപ്പോൾ നമുക്ക് സുഖമായിട്ട് അതിൻ്റെ ടീത്തൊക്കെ നോക്കി ടീത്തിൻ്റെ ആ ഒരു തേമാനൊക്കെ മനസ്സിലാക്കി നമുക്ക് ഇത് എന്തോ ഓടും, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് വീൽ ഓടുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് പ്ലേയിൽ ഇങ്ങനെ ഓടണമെന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയിൻ സ്പ്രോക്കറ്റ് മാറ്റേണ്ടതായിട്ടുണ്ടെങ്കിൽ നമ്മൾ മാറ്റേണ്ടി വരും. 22ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രേക്കിംഗ് സിസ്റ്റമാണ്. അതായത് ചിലപ്പോൾ നമുക്ക് ABS ഉണ്ടാവും, ചിലപ്പോൾ നമുക്ക് സാധാരണ ഡ്രം ബ്രേക്ക് ഒക്കെ ആയിരിക്കും വരാം. ഇതിൻ്റെ എന്ന് പറയുന്നത് ഇവർ ഡ്രം മാറ്റിയതാണ്, അതായത് നമ്മുടെ ബ്രേക്കിൻ്റെ ആ പാഡുകൾ മാറ്റിയതാണ്. അതുകൊണ്ട് തന്നെ ഇത് തിരിയും കൂടി ഇല്ല, ഭയങ്കര ടൈറ്റ് ആയിട്ടിരിക്കണം. ഇത് മറ്റേ പൊന്നോ അനങ്ങണില്ല. അപ്പം ഇതിൻ്റെ കൂടുതൽ വർക്കിംഗ് എങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്ക് വണ്ടി ഓടിക്കുമ്പോഴാണ് നമുക്ക് ബ്രേക്കിംഗ് സിസ്റ്റം അറിയാൻ പറ്റുക. ചിലപ്പോൾ ABS ചിലപ്പോൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. ചിലപ്പോൾ നമ്മുടെ ഡിസ്ക് ഉള്ളതാണെങ്കിൽ നമുക്ക് ഡിസ്കിൻ്റെ ആ ഒരു തേമാനം നമ്മൾ ചെക്ക് ചെയ്യണം. കാരണം കറക്റ്റ് ഈക്വലായിട്ട് നമ്മളിപ്പോൾ ആ ഡിസ്ക് ജസ്റ്റ് തൊട്ട് നോക്കുന്ന സമയത്ത് എവിടെയെങ്കിലും ഇങ്ങനെ ഒരു ചെറിയൊരു ലൈൻ വരാം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഒരു ഡിസ്ക് കറക്റ്റായിട്ടല്ല തേഞ്ഞ് പോണേ, അല്ല നമ്മുടെ ഡിസ്കിൻ്റെ പാഡുകൾ. അപ്പോൾ ആ ഡിസ്ക് നമ്മൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ ഡിസ്കിന് വല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക് മാറ്റേണ്ടതായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടി ഇഷ്ടപ്പെട്ടെന്ന് വെക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് 22 പോയിന്റ് നമ്മൾ സാറ്റിസ്ഫൈഡ് ആയി, നമുക്ക് ഈ വണ്ടി സുഖസുന്ദരമായിട്ട് എടുക്കാം എന്നുള്ളൊരു വിചാരം വരാണെങ്കിൽ നിങ്ങൾ 23ാമത്തെ പോയിന്റിലേക്ക് പോയാൽ മതി. അതായത് നമ്മൾ ടെസ്റ്റ് റൈഡ് ചെയ്യാം. ടെസ്റ്റ് റൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ വൈബ്രേഷൻ, അതായത് നമുക്കൊരു വണ്ടി ഓടിക്കുമ്പോൾ നല്ല രീതിയിൽ വൈബ്രേഷൻ ഉണ്ടോ എന്നുള്ള അറിയാൻ പറ്റും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇതിൻ്റെ സസ്പെൻഷൻ സിസ്റ്റം അതറിയാൻ സാധിക്കും. പിന്നെ നമ്മുടെ സീറ്റിൻ്റെ കുഷീനെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ പറ്റും. പിന്നത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഇതിൻ്റെ ആ ഒരു പക്ക പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് അറിയാൻ പറ്റും. പിന്നെ ബൈക്ക് ഓടിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗിയർ ഷിഫ്റ്റിംഗ് എങ്ങനെയുണ്ട്, നല്ല സ്മൂത്ത് ആണോ, അതെങ്ങനെ കിടന്ന് പടക്ക എന്നുള്ള ഒരു ശബ്ദം വരുന്നുണ്ടോ, നമ്മുടെ ക്ലച്ച് സിസ്റ്റം എങ്ങനെയാണ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, അതൊക്കെ നമുക്ക് ഇതിൽ നിന്ന് അറിയാൻ പറ്റും. പിന്നെ ഇതുപോലെ തന്നെ ചെയിൻ വരേണ്ട കാര്യങ്ങൾ അറിയാൻ സാധിക്കും. അപ്പോൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു വാഹനത്തിൻ്റെ പെർഫോമൻസ് അല്ലെങ്കിൽ എങ്ങനെയുണ്ട്, കണ്ടീഷൻ എങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റും. 23ാമത്തെ പോയിന്റ് കൂടെ തന്നെ ഒരു പോയിന്റ് കൂടി ഞാൻ ആഡപ്പ് ചെയ്യണം. അതായത് നമുക്ക് ഈ ഒരു വാഹനത്തിൽ ഞാൻ കണ്ടപ്പോഴാണ് ശ്രദ്ധിച്ചത്, അതായത് നമ്മൾ ഒരുവിധം എല്ലാ വാഹനങ്ങളും ചിലപ്പോൾ നമുക്ക് വയറിംഗ് ഹാർനസ് കാണാൻ പറ്റും, ചിലപ്പോൾ കാണാൻ പറ്റില്ല. അപ്പോൾ വയറിംഗ് ഹാർനസിൻ്റെ ആ ഒരു ഇത് ഇൻസുലേഷൻ പ്രോപ്പറായിട്ട് എങ്കിലും ഇരിക്കണമെന്ന് നോക്കാം. ചിലപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വേറെ എക്സ്ട്രാ നമ്മൾ ബൾബ് വെക്കാനോ അല്ലെങ്കിൽ ഹോൺ ഫിറ്റ് ചെയ്യാനോ ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള കണക്ഷൻ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഷോർട്ട് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഷോർട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ബാറ്ററിയുടെ ലൈഫ് തന്നെ കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് സെക്ഷനിൽ. അപ്പോൾ എല്ലാവർക്കും ബൈ.